ഹായ് സ്റ്റുഡൻസ്, നമ്മൾ രണ്ട് ബ്ലോക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇനി മൂന്നാമത്തെ ബ്ലോക്കിലേക്കാണ് പോകുന്നത്. ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ഇതാണ് തേർഡ് ബ്ലോക്ക് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ്. നമുക്ക് വളരെയധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ബ്ലോക്കാണ് എന്ത് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതിൽ രണ്ട് യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ഇൻഡെംനിറ്റി എന്ന് പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും വളരെയധികം സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണത് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. നമുക്കതിലേക്ക് പോയാലോ? കഴിഞ്ഞ ഏരിയകളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, ഓക്കെ ആണെന്ന് കരുതുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെംനിറ്റി എന്നുള്ള പോർഷനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, എന്താണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി? അപ്പൊ നമുക്ക് കോൺട്രാക്ട് എന്താ എന്നുള്ളതിൽ വെച്ച് തുടങ്ങാം അല്ലെ. എന്തായിരുന്നു കോൺട്രാക്ട്? കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോ അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം, അവിടെ എന്ത് ചെയ്യണം? ലോ പ്രകാരം എൻഫോഴ്സിബിൾ ആയിട്ടുണ്ടാവണം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒരു ഇക്വേഷൻ രൂപത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞിട്ട് അല്ലെ. സോ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ള കൺസെപ്റ്റ് ആണ്. Okay, a contract of indemnity is a contract by which one party promises to save the other party from loss caused to him by the conduct of the promiser himself or by the conduct of any other person. അത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് നോക്കാം. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഇസ് എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി, അതായത് ഇൻഡെംനിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അയാൾ എന്ത് ചെയ്യാണ്? പ്രോമിസസ് ടു സേവ് ദ അതർ പാർട്ടി. ഇൻഡെംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയുന്ന മറ്റൊരാളെ എന്ത് ചെയ്യാണ്? സേവ് ചെയ്യാം എന്ന് പ്രോമിസ് ചെയ്യാണ്. ഫ്രം ലോസ് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡെംനിഫയർ എന്ത് ചെയ്യാം? ഇൻഡെംനിറ്റി ഹോൾഡറെ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡിനെ ആ ലോസിൽ നിന്നും സേവ് ചെയ്യാം. എപ്പോഴൊക്കെയാണ്? കോസ്ഡ് ടു ഹിം ബൈ ദ കണ്ടക്ട് ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് വഴിയോ, അതല്ല ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ, മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്ക് വഴിയോ എന്തെങ്കിലും ലോസ് അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡെംനിഫൈ ചെയ്തു തരാം. അതല്ലെങ്കിൽ ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? മിറ്റിഗേറ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോൺട്രാക്ട് വെർ വൺ പേഴ്സൺ അഗ്രീസ് ടു കോമ്പൻസേറ്റ് അനദർ ഫോർ എനി ലോസ് ഓർ ഡാമേജ്. ഒരു ആൾക്ക് നഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടം ഞാൻ നികത്തി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. ഓക്കെ, എയും ബിയും തമ്മിൽ എന്ത് ചെയ്യാണ്? ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണ്. എ ബിനോട് പറയാണ് നീ ഇന്ന കാര്യം ചെയ്യണം, അവിടെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? ആ നഷ്ടം നികത്തി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണ്. ബി എന്ത് ചെയ്യാണ്? അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ വരുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ബിക്ക് എന്തെങ്കിലും നഷ്ടം അവിടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയുടെ നഷ്ടം ആര് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും? എ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും. സോ എനെ നമ്മൾ എന്തെന്ന് പറയും? ഇൻഡെംനിഫയർ എന്ന് പറയും. ബിനെ നമ്മൾ ഇൻഡെംനിഫൈഡ് എന്ന് പറയും. ഓക്കെ, ഇതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഷുറൻസ് ഒക്കെ അല്ലേ. ഇൻഷുറൻസ് കോൺട്രാക്ട്, ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. എ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഈസ് എ കോൺട്രാക്ട് വേർ വൺ പേഴ്സൺ പ്രോമിസസ് ടു പ്രൊട്ടക്ട് അനദർ ഫ്രം ലോസ്. ഒരാള് മറ്റൊരാളെ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, നിനക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം? ഞാൻ നികത്തി തരാം, ഞാൻ ഇൻഡെംനിഫൈ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ആണ് എന്ത്? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. ഇഫ് യു സഫർ എ ലോസ് ഐ വിൽ കോമ്പൻസേറ്റ് യു. നിനക്ക് എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? കോമ്പൻസേറ്റ് ചെയ്തു തരാം. നീ അതുമ്പോൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്ത് ചെയ്യാം?
കോമ്പൻസേറ്റ് ചെയ്യുക. സോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നത് ഒരു വ്യക്തി, അതായത് ഇൻഡെംനിഫയർ, മറ്റൊരാളെ ഇൻഡെംനിഫൈഡിനെ നഷ്ടത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന കരാറാണ്. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യാം, ലോസ് സഫർ ചെയ്യാം, അതല്ലെങ്കിൽ ലോസ് നികത്തി തരാം എന്ന് പറഞ്ഞിട്ട്. മേ ബി ആ ലോസ് അവരുടെ സ്വന്തം കാരണത്താലാവാം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പേഴ്സൺ മൂലമായിരിക്കാം ആ ലോസ് അവിടെ എന്ത് ചെയ്യുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്. എനിവേ ആ ലോസ് എങ്ങനെ ഹാപ്പൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് നഷ്ടം എന്ത് ചെയ്യും, നികത്തി തരും. അതിനുള്ള കോൺട്രാക്ട് ആണ് എന്ത്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. Arun meets with an accident and damage Varun's bike. Varun demands 25,000 as compensation. Arun has insurance. The insurance company pays the money. അതായത് അരുൺ എന്ത് ചെയ്യാണ്, ഒരു ആക്സിഡന്റിൽ പെടുകയാണ്. ആക്സിഡന്റിൽ പെട്ടിട്ട് വരുണിന്റെ ബൈക്ക് എന്ത് ചെയ്യാണ്, അത് നഷ്ടപ്പെടുകയാണ്, അതല്ലെങ്കിൽ അതിന് ഡാമേജ് വരികയാണ്. അതായത് അരുൺ എന്ന് പറയുന്നത് കാറിലുള്ള ഒരാളാട്ടോ. ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ, അതിൽ കാറിലുള്ള ആളാണ് ആര്, അരുൺ എന്ന് പറയുന്നത്. അരുണ് കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ വരുൺ എന്ത് ചെയ്തു, മുമ്പിലുണ്ട്, വരുണിന്റെ ബൈക്കും ഇടിച്ച്. വരുണിന്റെ ബൈക്കും ഇടിച്ചിട്ട് വരുണിന്റെ ബൈക്ക് മറിഞ്ഞ് ഓട്ടോമാറ്റിക്കലി വരുണും ഡാമേജ് വന്നിട്ടുണ്ടായിരിക്കും, ബൈക്കിനും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡാമേജ് വരുന്നുണ്ടായിരിക്കും. അപ്പൊ വരുൺ എണീറ്റിട്ട് അരുണിനോട് പറയാണ്, എനിക്ക് എന്ത് ചെയ്യണം, ഒരു 25,000 റുപ്യ കോമ്പൻസേഷൻ വേണം, എൻ്റെ വണ്ടിക്ക് ഇത്ര രൂപ പൈസ തന്നിട്ട് അതുകൊണ്ട് ഒരു 25,000 റുപ്യ കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, വരുണ് ഡിമാൻഡ് ചെയ്യാണ്. സോ അരുണിന് അവിടെ ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, അരുണ് വണ്ടി വാങ്ങിയപ്പോൾ ഇൻഷുറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. സോ ഇൻഷുറൻസ് കമ്പനി ഈ പൈസ എന്ത് ചെയ്യും, പേയ്മെന്റ് നടത്തും. സോ ഇൻഡെംനിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് കമ്പനിയാണ്. ആരാണോ ലോസ് കോമ്പൻസേറ്റ് ചെയ്തു കൊടുക്കുന്നത് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഇൻഡെംനിഫൈഡ് ആണ്. ആർക്കാണോ ആ കോമ്പൻസേഷൻ അവകാശമുള്ളത് അവരെയാണ് നമ്മൾ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞത് അരുൺ ഒരു അപകടത്തിൽ വരുണിന്റെ ബൈക്ക് നശിപ്പിച്ചു, വരുൺ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു, ഇൻഷുറൻസ് കമ്പനി പണം നൽകി. ഇതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോയിരുന്നു. ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു കാറ് ഓവർടേക്ക് ചെയ്തു. കാർ ഓവർടേക്ക് ചെയ്ത് ഞാൻ തൊട്ട് ബാക്കിൽ നിൽക്കുക. സോ ആ കാറ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. സഡൻ ബ്രേക്ക് ഇട്ടത് മുമ്പിൽ ഒരു ബൈക്ക് ചാടിയതുകൊണ്ടാണ്. അയാൾ മുമ്പിൽ പോയി, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഫ്രണ്ടിൽ എനിക്ക് കാണാമല്ലോ, എനിക്ക് ഫ്രണ്ടിൽ കാറാ. ഞാൻ മഴ ചെയ്തുകൊണ്ടാണ് ബ്രേക്ക് പിടിച്ചു, പക്ഷേ എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. നേരെ ചെന്നിട്ട് കാറിന് ചെന്നിടിച്ചു. കാറിന്റെ ബമ്പറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിലുള്ള മഡ് ഗാർഡ് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ പിടിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് ഞാനത് കോമ്പൻസേഷൻ അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളെ ചെന്നിട്ടാണ് ഇടിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് അയാൾ എന്ത് ചെയ്തില്ല, എന്നോട് കോമ്പൻസേഷൻ ചോദിക്കുകയും ചെയ്തില്ല. ബട്ട് എനിക്ക് എൻ്റെ വണ്ടി ശരിയാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പൈസ കൊടുത്തിട്ട് വേണം ശരിയാക്കാൻ. എനിക്ക് ഏകദേശം പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു 4,000-4,500 രൂപ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ലേബർ ചാർജ് അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷോറൂമിൽ കൊണ്ടു കൊടുത്തപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, സോ എൻ്റെ വണ്ടി എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനീൻ്റെ പൈസയും കൂടി ശരിയാക്കി തരണം. അവിടെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാനും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സോ ഇങ്ങനൊരു ബമ്പർ ടു ബമ്പർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ ലോസ് അവർ കോമ്പൻസേറ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഞാൻ അവിടെ ഷോറൂമിൽ ചെന്ന് പറഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. ഇപ്പൊ എനിക്ക് ഒരു ക്യാഷ് പോലും എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. എത്രയാണോ വണ്ടിയുടെ എക്സ്പെൻസസ് ആ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുക്കുന്നുണ്ട്. സോ ഇവിടെ ഇൻഷുറൻസ് കമ്പനി ഇൻഡെംനിഫയറും ഞാൻ ഇൻഡെംനിഫൈഡുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സംഗതി മനസ്സിലായില്ലേ? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ആരാണോ ലോസ് നികത്തി കൊടുക്കുന്നത് അയാളാണ് ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്. ആരാണോ അവിടെ ലോസ് ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ അവിടെ ആർക്കാണോ നഷ്ടം സംഭവിക്കുന്നത് അയാളെയാണ് എന്ത് എന്ന് പറയുന്നത്, ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ അല്ലാതെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. എക്സാമ്പിൾ 2, ഒരു ഷോപ്പ് എഗ്രിമെന്റ് ആണെന്ന് വിചാരിക്കാം. എ ഷോപ്പ് ഓണർ ടെൽസ് എ ഡെലിവറി ഏജന്റ്, ഡെലിവർ ഗുഡ്സ്, ഇഫ് എനി ലോസ് ഹാപ്പൻ ഐ വിൽ പേ. If goods are damaged,
ദ ഓണർ പേ. അതിനെയാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ചില കമ്പനീൻ്റെ അതല്ലാന്നുണ്ടെങ്കിൽ ചില ഷോപ്പിൻ്റെ ഒക്കെ ഏജൻസ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഞാൻ ഒരു ഷോപ്പിൻ്റെ ഏജൻ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഗുഡ്സ് തന്നു. ഗുഡ്സ് തന്നിട്ട് ആളെന്നോട് പറയാണ്, ഈ ഗുഡ്സ് നീ ഇത്ര ആൾക്കാർക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഇത്ര പേർക്ക് എന്ത് ചെയ്യണം, വിൽക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസ് അവിടെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്ത് ചെയ്ത് എൻ്റെ പേര് പറയും, ഞാൻ എന്ത് ചെയ്യാം, കോമ്പൻസേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കോൺട്രാക്ട് വെച്ചു. സോ ഇപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം, ഉദാഹരണത്തിന് അരുണ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഗുഡ്സ് വിൽക്കുകയാണ്. ഗുഡ്സ് വിറ്റ് കഴിഞ്ഞിട്ട് അരുൺ എന്നോട് പറയാണ്, ഈ ഗുഡ്സിന് പ്രശ്നമുണ്ട്, ഇത് ഡാമേജ് ആണ്, ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയാണ്. അതേപോലെ തന്നെ എനിക്കുണ്ടായ നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജന്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഓണർ ആരാണോ ആ ഓണർ എന്ത് ചെയ്യും, അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും. സോ ഈ ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതായത് ഇൻഷുറൻസ് കോൺട്രാക്ട് മാത്രമല്ല കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി, ഇൻഷുറൻസ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയുടെ ഉദാഹരണമാണ്. സോ കട ഉടമയും ഡെലിവറി ബോയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്ട് ആണ്. അവർ തമ്മിലുള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. എന്തെങ്കിലും നഷ്ടം ഏജന്റിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും, കടയുടെ ഉടമ അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. സോ എന്താണ് ഇൻഡെംനിറ്റി എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നോക്കാം.